ഹായ് ഹലോ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ഫേസ് മസാജ് നോക്കാം കേട്ടോ. നമ്മൾ പാരാച്യൂട്ടിൻ്റെ കോക്കനട്ട് ഓയിലാണ് ഫേസ് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. കുറച്ചെടുത്തിട്ട് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. പിന്നെ ഇതുപോലത്തെ ഒരു നെക്കുള്ള ഒരു ഡ്രസ്സ് ഇടുന്നതായിരിക്കും നല്ലത്. അപ്പം നമുക്ക് നന്നായിട്ട് നെക്കൊക്കെ മസാജ് ചെയ്യാനായിട്ട് പറ്റും. കുറച്ചൊരു വൈഡായിട്ടുള്ള ഒരു ഡ്രസ്സ് ഇടുക കേട്ടോ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ജെയ്ഡ് റോളറും ഗുവാഷോയും വെച്ചിട്ടാണ്. ജെയ്ഡ് റോളറിൻ്റെ വേറെ ഒരു ദിവസം ചെയ്യാം. ഇന്ന് ഗുവാഷോ വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ചെയ്യാമെന്ന് നോക്കാം. അപ്പം ആദ്യം നമ്മൾ ചീക്കാണ് മസാജ് ചെയ്യുന്നത്. ചീക്കിൻ്റെ അവിടെ നമ്മൾ ചെറുതായിട്ട് ജെൻറ്റിലായിട്ടാണ് കേട്ടോ അങ്ങനെ മസാജ് ചെയ്യേണ്ടത്. വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് ഹാഷായിട്ട് തോന്നും. ഓരോ സൈഡും 10 ടൈപ്സ് വെച്ചിട്ട് ചെയ്യാം. ഓരോ സൈഡും 2 സൈഡിലും അതുപോലെ ചെയ്യാം. നന്നായിട്ട് വലിച്ചു പിടിച്ചൊന്നും ചെയ്യരുത്. വളരെ സ്മൂത്തായിട്ട് വേണം ചെയ്യാനായിട്ട്. നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്യും വേണം കേട്ടോ. അപ്പോഴേ ഉള്ളൂ കുറച്ചൊരു എഫക്റ്റ് കിട്ടുള്ളൂ. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫേസിന് വളരെ നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചീക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജോലൈൻ്റെ മുകൾ ഭാഗത്താണ് നമ്മൾ ചെയ്യുന്നത്. അതും ഇതുപോലെ തന്നെ 10 പ്രാവശ്യം ചെയ്യുക. 2 സൈഡും 10 പ്രാവശ്യമായിട്ട് ചെയ്യുക. ഞാനിപ്പോൾ വീഡിയോയിൽ കുറച്ചേ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് 10 പ്രാവശ്യം ചെയ്യുക കേട്ടോ. നന്നായിട്ട് പിന്നെ വലിച്ച് ചെയ്യുക. അതായത് ഭയങ്കര ഹാഷായിട്ടൊന്നും വലിക്കരുത്. വളരെ സ്മൂത്തായിട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ജോ ലൈൻ ചെയ്യുക. നല്ല ഷേപ്പൊക്കെ കിട്ടാനായിട്ട് ഇത് നല്ലതാണ്. പിന്നെ എന്നും മസാജ് ചെയ്യുമ്പോൾ നമ്മളെ ഫേസിന് നല്ല ഗ്ലോ വരും. നമുക്ക് ഈ ഒരു പോർഷൻ വെച്ചിട്ടാണ് കേട്ടോ ജോ ലൈനിൻ്റെ സൈഡിൽ ചെയ്യുന്നത്. ഫേസിൽ നല്ല ഗ്ലോ വരും. രക്തോട്ടം വർദ്ധിക്കും. കൊളാജൻ ബൂസ്റ്റ് ചെയ്യും. നമുക്ക് നല്ലൊരു ഗ്ലോയിങ് സ്കിന്ന് കിട്ടും. അപ്പം മുടങ്ങാതെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. പിന്നെ നമ്മൾ ഐബ്രോസാണ് ചെയ്യുന്നത്. ഐബ്രോസും ഇതുപോലെ തന്നെ പതുക്കെ ചെയ്യുക. 2 സൈഡും ഇതുപോലെ ചെയ്യുക. അവിടെ വളരെ സെൻസിറ്റീവാണ് ആ ഭാഗങ്ങൾ. അപ്പം വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. പിന്നെ അതിൻ്റെ ഫ്ലാറ്റ് ഭാഗം വെച്ചിട്ട് ഫോർഹെഡ് ചെയ്യുകയാണ്. ഫോർഹെഡും ഇതുപോലെ തന്നെ ഓരോ സൈഡും 10 പ്രാവശ്യം ചെയ്യുക. ഒരു സൈഡ് വലിച്ചു പിടിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ ഫോർഹെഡിൻ്റെ 2 സൈഡും അതുപോലെ തന്നെ ആ ഫ്ലാറ്റ് പൊസിഷൻ വെച്ചിട്ടാണ് ഗുവാഷയുടെ ഫ്ലാറ്റ് പൊസിഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതും നന്നായിട്ട് 2 സൈഡും ചെയ്യുക. വളരെ പതുക്കെ വേണം ചെയ്യാനായിട്ട് കേട്ടോ. പിന്നെ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്നത് നെക്കാണ്. നെക്കിലും ഇതേമാതിരി തന്നെ ഡബിൾ ചിന്ന് പോകാനൊക്കെ വളരെ എഫക്റ്റാണ്. റിങ്കിൾസും കാര്യങ്ങളൊക്കെ പോകാനായിട്ട് വളരെ എഫക്റ്റാണ്. ആ ഫ്ലാറ്റായ ഭാഗം വെച്ചിട്ട് ചെയ്യുക. നെക്കും ഇത്രയേ ഉള്ളൂ. ഇത് എല്ലാ ദിവസവും ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ടാറ്റാ ബൈ ബൈ. താങ്ക് യു.